കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി 4 വർഷം പിന്നിടുമ്പോൾ തരിശായിരുന്ന 1300 ഏക്കർ നെൽകൃഷിയും പച്ചക്കറി കൃഷിയുമായി തിരിച്ചുപിടിക്കാനായെന്ന് കേരളത്തിന്റെ കയർ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. വിസ്മൃതിയിലാണ്ട കരിമ്പ് കൃഷി പോലുള്ളവ വീണ്ടെടുക്കാനും കൂണുപോലുള്ള അപരിചിത വിളകൾ വിജയകരമായി ഏറ്റെടുക്കാനുമായി എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഭേദങ്ങളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിന്നതാണ് പദ്ധതി വിജയിപ്പിക്കാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. മേളയോടനുബന്ധിച്ച് 20 സംഗമങ്ങൾ സംഘടിപ്പിച്ചു. ഉൽപ്പന്ന വിപണനത്തിന് ഫ്ലിപ്കാർട്ടുമായി ധാരണയായി. ഫാം ടു കിച്ചൺ പദ്ധതി ഉടനെ ആരംഭിക്കും. കോടികൾ ചെലവഴിച്ചാണ് ജലസേചന സൗകര്യം ഒരുക്കിയതെന്നും മന്ത്രി പറഞ്ഞു. 45-ലധികം തോടുകൾ, കൈത്തോടുകൾ, കലങ്ങ് പൊളിച്ച് നീരൊഴുക്കെല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടി 25 കോടിയോളം നമ്മൾ മണ്ഡലത്തിൽ ബഡ്ജറ്റ് ഫണ്ടും MLA ഫണ്ടും ഒക്കെയായി ചെലവഴിച്ചത്. നല്ല രീതിയിൽ നമുക്ക് ഒഴുക്ക് വീണ്ടെടുക്കണം. ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ള ഓഞ്ഞിത്തോട്. അതിന് ആദ്യ ഘട്ടത്തിന് 1 കോടി രൂപ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ തെക്കാനത്തെ 36 കോടിയുടെ റീബിൽഡ് കേരളയിൽ ഒരു പദ്ധതി കൂടി അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ ഇപ്പോ പൂത്തി ഉൾപ്പെടെ, പായസക്കൂട്ട് ഉൾപ്പെടെ, കൂണ് ബനാന പൗഡർ, കൂണ് ജാക്ക് ഫ്രൂട്ട് പൗഡർ എല്ലാം വിപണിയിലേക്ക്. കൂവ, അതേപോലെ തന്നെ കൂവയുടെ ആരോഗ്യത്തിന്റെ പല പദ്ധതികൾ എല്ലാ കൃഷിയും നമ്മുടെ ബഹുമാനായ MP കൈവീട് മൂക്ക ഇടയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കൃഷിയും എല്ലാവരും അങ്ങനെ നല്ല ഒരു ലാഭം കിട്ടിയെന്നാണ് പരസ്യം പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാ കൃഷിയും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയും. പൊതുവെ എല്ലാവരും ചോദിച്ചു, എല്ലാ സഹകരണത്തെല്ലാം വരുമ്പോൾ വെള്ളം ഒഴുകി വന്നാൽ അവിടെ തടഞ്ഞു നിൽക്കും. ഇതെല്ലാം ഉള്ള സമഗ്രമായ ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഇതൊരു ആഘോഷം തന്നെയാണ്. കഴിഞ്ഞ ഇത് തൊട്ട് മുൻപ് നടന്ന പരിപാടി 4 മണി മുതൽ 6 മണി വരെ ഞാൻ ഒറ്റ നിൽപ്പ് നിന്നിട്ടാണ് ഈ മണ്ഡലത്തിലെ പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ. എല്ലാ മേഖലയിലെയും പ്രതിഭകൾ, സിനിമ, സംഗീതം, കായികം, അക്കാദമികം തുടങ്ങി നമ്മുടെ വളരെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ ഉൾപ്പെടെ ഇവിടെ വരികയുണ്ട്.